ഹലോ, അപ്പോൾ എക്സാം എഴുതുന്നതിന് മുന്നേ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളെക്കുറിച്ച് ഡിസ്കസ് ചെയ്യാനാണ് ഇന്ന് ഈ വീഡിയോ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഫസ്റ്റ് ടൈം എക്സാം എഴുതുന്ന ഒരാളാണെങ്കിൽ ഒരുപാട് സംശയം ഉണ്ടാകും. എന്തൊക്കെ ഡോക്യുമെൻറ്റ്സ് കൊണ്ടുപോകണം, നമ്മൾ എക്സാം എഴുതാൻ എക്സാം ഹാളിൽ എന്തൊക്കെ ഡോക്യുമെൻറ്റ്സ് കൊണ്ടുപോകണം, അതുപോലെ അഡീഷണൽ ഷീറ്റ് എക്സാം എഴുതുന്ന സമയത്ത് നമുക്ക് കിട്ടുമോ, അതുപോലെ എന്തൊക്കെ റൂൾസാണ് നമ്മൾ എക്സാം എഴുതുന്ന സമയത്ത് പാലിക്കേണ്ടത് തുടങ്ങിയ കുറേ സംശയങ്ങളുണ്ടാവും. അപ്പോൾ അതിനൊക്കെ ഒരു സൊല്യൂഷൻ ആയിട്ടാണ് ഇന്ന് ഈ വീഡിയോ ചെയ്യുന്നത്. നിങ്ങളിപ്പോൾ ഫസ്റ്റ് ടൈം ആണ് ഇഗ്നോ എക്സാം എഴുതാൻ പോകുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് തന്നെ കാണാം. ഓരോ സെക്കൻഡ്സിലും ഞാൻ ഓരോ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിൻറ്റ്സ് ആണ് ഇവിടെ പറയാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ സ്കിപ്പ് ചെയ്യാണ്ട് എല്ലാവരും മുഴുവനായി തന്നെ കാണാൻ ശ്രമിക്കുക. ഒന്ന് രണ്ട് പേപ്പറിന് എക്സാമൊക്കെ എഴുതി കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും എങ്ങനെയാണ് എക്സാമിൻ്റെ കാര്യങ്ങൾ എന്നുള്ള ഏകദേശം ഒരു ഐഡിയ കിട്ടും. അപ്പോൾ ഫസ്റ്റ് ടൈം എഴുതാൻ പോകുന്ന ഒരാൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് ഞാനിപ്പോൾ ഇവിടെ മെയിനായിട്ട് പോയിൻ്റ് ഔട്ട് ചെയ്യുന്നത്. അപ്പോൾ എക്സാം എഴുതാൻ എവിടെ പോകണം എന്നുള്ള കാര്യത്തിൽ പലർക്കും സംശയമുണ്ട്. അതായത് നിങ്ങൾ എക്സാം രജിസ്റ്റർ ചെയ്യുന്ന സമയത്ത് ഒരു സെൻറ്ററാണ് കൊടുത്തിട്ടുണ്ടായിരുന്നത്, പക്ഷേ എക്സാമിൽ ഹാൾ ടിക്കറ്റ് വന്നപ്പോൾ അതിൽ വേറൊരു സെൻറ്ററാണ് വന്നിട്ടുള്ളത്. അങ്ങനെയൊക്കെ കുറേ, അപ്പോൾ ഏത് സെൻറ്ററിൽ നിങ്ങൾക്ക് പോകണം എന്നുള്ള കുറേ കാര്യങ്ങൾ ഡൗട്ട് വരുന്നുണ്ട്. അപ്പോൾ ഹാൾ ടിക്കറ്റിൽ എന്താണോ ഉള്ളത്, അതായത് ഏത് എക്സാം സെൻറ്ററാണോ നിങ്ങൾ ഹാൾ ടിക്കറ്റിൽ നോട്ട് ചെയ്തിട്ടുള്ളത്, ആ സെൻറ്ററിലാണ് നിങ്ങൾ എക്സാം എഴുതാൻ പോകേണ്ടത്. ഓക്കെ, അപ്പോൾ ചിലപ്പോൾ നിങ്ങൾ രണ്ട് സെൻറ്ററും ഒന്നാകാം, എന്നാലും ഹാൾ ടിക്കറ്റിൽ ഏത് സെൻറ്ററാണോ കൊടുത്തിട്ടുള്ളത് ആ എക്സാം സെൻറ്ററാണ് നിങ്ങൾ ചൂസ് ചെയ്യേണ്ടത്. ഇനി എക്സാം ഹാളിൽ പ്രവേശിക്കുന്ന സമയത്ത് എന്തൊക്കെ ഡോക്യുമെൻറ്റ്സ് ആണ് നിങ്ങൾ കയ്യിൽ വെക്കേണ്ടത് എന്നുള്ള കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാം. മസ്റ്റായിട്ട് നിങ്ങൾ കയ്യിൽ വെക്കേണ്ട ഡോക്യുമെൻറ്റ്സ് ആണിത്. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് തന്നെ കാണാം. അപ്പോൾ ഫസ്റ്റ് ഡോക്യുമെൻ്റ് ആണ് ഹാൾ ടിക്കറ്റ്. എക്സാം രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ഫീ അടച്ചതിന് ശേഷം, അതായത് ഇഗ്നോയുടെ നോട്ടിഫിക്കേഷൻ സൈറ്റിൽ നിങ്ങൾക്ക് എക്സാം ഹാൾ ടിക്കറ്റ് ഡൗൺലോഡ് ചെയ്യാൻ കഴിയും. അപ്പോൾ അങ്ങനെ ലഭിക്കുന്ന ഹാൾ ടിക്കറ്റ് നിങ്ങളുടെ കയ്യിൽ നിർബന്ധമായിട്ടും വെക്കേണ്ട ഒരു ഡോക്യുമെൻ്റാണ്. അങ്ങനെ വരുന്ന ഹാൾ ടിക്കറ്റിൽ ഫോട്ടോ ഉണ്ടെങ്കിൽ ഓക്കെ. ഇപ്പോൾ മോസ്റ്റായിട്ട് കാണുന്നത് ഹാൾ ടിക്കറ്റിൽ ഫോട്ടോ കാണുന്നില്ല. അങ്ങനെ വരുന്ന സമയത്ത് നിങ്ങളൊരു പാസ്പോർട്ട് സൈസ് ഫോട്ടോ കോപ്പി എടുത്തിട്ട് നിങ്ങളുടെ ഹാൾ ടിക്കറ്റിൽ പേസ്റ്റ് ചെയ്യാണ് വേണ്ടത്. ഓക്കെ, അപ്പോൾ വേറെ ഒന്നും ഹാൾ ടിക്കറ്റിൽ ചെയ്യേണ്ടതില്ല. അപ്പോൾ ഫോട്ടോ ഇല്ലെങ്കിൽ ഫോട്ടോ ഒട്ടിക്കാണ് വേണ്ടത്, വേറെ ഒന്നും ചെയ്യാനില്ല അതിൽ. രണ്ടാമത് വരുന്ന ഡോക്യുമെൻ്റ് ആണ് ഇഗ്നോയുടെ ID കാർഡ്. അതായത് ID കാർഡിൻ്റെ ഒരു കോപ്പിയോ അല്ലെങ്കിൽ ഒറിജിനലോ. അപ്പോൾ നമ്മൾ ലാമിനേറ്റ് ചെയ്തൊക്കെ വെച്ചിട്ടുണ്ടാവും. അപ്പോൾ ഞാൻ അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് നമ്മുടെ ഇഗ്നോ ബേസിക് ഇൻഫർമേഷൻ പറയുന്ന ഡീറ്റെയിൽസിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരു ഫോട്ടോ കോപ്പി അല്ലെങ്കിൽ ലാമിനേറ്റഡ് കോപ്പി നിങ്ങളുടെ ID കാർഡിൻ്റെ കയ്യിൽ വെക്കണം എക്സാം ഹാളിൽ പ്രവേശിക്കുമ്പോൾ. ഇനിയിപ്പോൾ നിങ്ങളുടെ കയ്യിൽ ID കാർഡ് ഇല്ല, നിങ്ങളത് ഡൗൺലോഡ് ചെയ്യാൻ മറന്നിട്ടുണ്ട്, അല്ലെങ്കിൽ നിങ്ങളുടെ ID കാർഡ് എന്തെങ്കിലും കാരണവശാൽ നശിച്ചു പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ സൈറ്റിൽ കയറി, ഇഗ്നോയുടെ ഒഫീഷ്യൽ സൈറ്റിൽ കയറിയിട്ട് നിങ്ങളുടെ എൻറോൾമെൻറ്റ് ID വെച്ചിട്ട് നിങ്ങളുടെ ID കാർഡ് ഡൗൺലോഡ് ചെയ്യാൻ കഴിയും. ഇനി അതിനും നിങ്ങൾക്ക് കഴിയുന്നില്ല എന്നുള്ളതെങ്കിൽ നിങ്ങളുടെ സ്റ്റഡി സെൻറ്ററിൽ, നിങ്ങൾ ഏത് സ്റ്റഡി സെൻറ്ററിലാണോ രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് ആ സ്റ്റഡി സെൻറ്ററിൽ പോയിട്ട് നിങ്ങളുടെ എൻറോൾമെൻറ്റ് ID പറഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ID കാർഡ് ലഭിക്കും. ഓക്കെ, അപ്പോൾ അതിൻ്റെ കോപ്പിയോ അല്ലെങ്കിൽ ഒറിജിനലോ ആയിട്ട് നിങ്ങൾ എക്സാം ഹാളിൽ പ്രവേശിക്കണം. അപ്പോൾ അത് മസ്റ്റ് ആയിട്ടുള്ള ഒരു ഡോക്യുമെൻ്റ് ആണ്. ഈ നെക്സ്റ്റ് വരുന്ന ഡോക്യുമെൻ്റ് ആണ് ഒരു ഗവൺമെൻറ് അപ്രൂവ്ഡ് ആയിട്ടുള്ള ഒരു ID പ്രൂഫ്. അതായത് ഇപ്പോൾ എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ ആധാർ കാർഡ്, അതുപോലെ വോട്ടേഴ്സ് ID കാർഡ്, അതുപോലെ ഡ്രൈവിംഗ് ലൈസൻസ്, അങ്ങനെയുള്ള വാലിഡ് ആയിട്ടുള്ള ഒരു ID പ്രൂഫ് എപ്പോഴും നിങ്ങളുടെ കയ്യിൽ വെച്ചിരിക്കണം. അതിപ്പോൾ ഒറിജിനൽ ആയാലും ഫോട്ടോ കോപ്പി ആയാലും കുഴപ്പമില്ല, ഏതെങ്കിലും ഒരു കോപ്പി നിങ്ങളുടെ കയ്യിൽ ഉണ്ടായിരിക്കണം. ഓക്കെ, അപ്പോൾ ഇത് മൂന്നുമാണ് നിങ്ങളുടെ കയ്യിൽ എക്സാം ഹാളിൽ പ്രവേശിക്കുമ്പോൾ ഉണ്ടായിരിക്കേണ്ട ഡോക്യുമെൻറ്റ്സ്. ഇനി ആദ്യമായിട്ടാണ് നിങ്ങളുടെ ഇഗ്നോയുടെ എക്സാം അറ്റൻഡ് ചെയ്യാൻ പോകുന്നത് എങ്കിൽ ഒരു 1 hourന് മുന്നേ എങ്കിലും നിങ്ങളുടെ എക്സാം സെൻറ്ററിൽ എത്തിച്ചേരാൻ നിങ്ങൾ ശ്രമിക്കുക. കാരണം എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ പൊസിഷൻ എവിടെയാണ് കണ്ടുപിടിക്കാൻ കുറച്ച് സമയമെടുക്കും. അത് അവിടെ പേസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും, അവിടെ എവിടെയെങ്കിലും ഒട്ടിച്ച് വെച്ചിട്ടുണ്ടാവും എക്സാം സെൻറ്ററിൽ. നിങ്ങളുടെ ഏത് ഭാഗത്താണ് നിങ്ങളുടെ എൻറോൾമെൻറ്റ് ID വെച്ചിട്ടാവും നിങ്ങളുടെ അവിടെ ഏത് ഭാഗത്താണ് എക്സാം ഹാളിൽ ഉണ്ടാവുക, അതുപോലെ ഏത് പൊസിഷനിലാണ് നിങ്ങൾ ഇരിക്കേണ്ടത് എന്നുള്ള കാര്യങ്ങളൊക്കെ അവിടെ പേസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. അപ്പോൾ അതൊക്കെ അറിയാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഒരു 1 hourന് മുന്നെയെങ്കിലും നിങ്ങളുടെ എക്സാം സെൻറ്ററിൽ എത്തിച്ചേരാൻ ശ്രമിക്കുക. ഇതിപ്പോൾ ഫസ്റ്റ് ടൈം എക്സാം എഴുതാൻ പോകുന്നവരാണ് കൂടുതൽ ശ്രദ്ധിക്കേണ്ടത്. ഇപ്പോൾ സെക്കൻഡ് പേപ്പറിന് എഴുതുമ്പോൾ കുഴപ്പമില്ല, നിങ്ങളൊരു അരമണിക്കൂർ മുന്നേയൊക്കെ എത്തിച്ചേർന്നാൽ മതി. ഇപ്പോൾ ഫസ്റ്റ് ടൈം എക്സാം എഴുതുമ്പോൾ എന്തായാലും ഒരു 1 hourന് മുന്നേ നിങ്ങൾ നിങ്ങളുടെ എക്സാം സെൻറ്ററിൽ എത്തിച്ചേരാൻ ശ്രദ്ധിക്കുക. എക്സാമിൻ്റെ ടൈം കഴിഞ്ഞാൽ, അതായത് നിങ്ങളുടെ എക്സാം സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ എക്സാം സെൻറ്ററിൽ അവർ പ്രവേശിപ്പിക്കില്ല, എക്സാം ഹാളിൽ നിങ്ങളെ കയറാൻ സമ്മതിക്കില്ല. അപ്പോൾ അതുകൊണ്ടാണ് പറയുന്നത് ഒരു മണിക്കൂർ മുന്നേ അല്ലെങ്കിൽ അരമണിക്കൂർ മുന്നേ, ഫസ്റ്റ് എക്സാമിന് എന്തായാലും ഒരു മണിക്കൂറിന് മുന്നേ നിങ്ങളെല്ലാവരും എക്സാം സെൻറ്ററിൽ എത്തിച്ചേരാൻ ശ്രദ്ധിക്കുക. നെക്സ്റ്റ് വരുന്നതാണ് ആൻസർ ഷീറ്റിൻ്റെ കാര്യം. അതായത് ആൻസർ ഷീറ്റ് കിട്ടുന്നത് എങ്ങനെയാണ്, അതിൽ അഡീഷണൽ ഷീറ്റ് കിട്ടുമോ എന്നുള്ള കാര്യങ്ങളാണ് ഇതിൽ വരുന്നത്. ആൻസർ ഷീറ്റ് എപ്പോഴും ഒരു ബുക്ക്ലെറ്റ് ആയിട്ടാണ് നിങ്ങൾക്ക് ലഭിക്കുക. ഒരു 25 to 26 പേപ്പേഴ്സ് ഉള്ള ഒരു ബുക്ക്ലെറ്റ് ആയിട്ടാണ് ആൻസർ ഷീറ്റ് ഉണ്ടാവുക. അതിൽ ഫ്രണ്ട് പേജ് എപ്പോഴും നിങ്ങളുടെ ഡീറ്റെയിൽസ് എഴുതാനുള്ള പേജാവും. അപ്പോൾ അതിൽ ഒരു 10 to 15 മിനിറ്റ്സ് എടുത്തിട്ട് തന്നെ നിങ്ങളുടെ ഡീറ്റെയിൽസ് കറക്റ്റായിട്ട് ഫില്ല് ചെയ്യുക. അതായത് നിങ്ങളുടെ എൻറോൾമെൻറ്റ് ID കാര്യങ്ങളും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആവും നിങ്ങളുടെ ഫസ്റ്റ് പേജിൽ നിങ്ങൾക്ക് ഫില്ല് ചെയ്യാനുണ്ടാവുക.
അതിൽ ഓരോ പേപ്പറും അപ്പോൾ ഈ ആൻസർ ഷീറ്റിൻ്റെ ബുക്ക്ലെറ്റ് എന്ന് പറഞ്ഞതിൽ ഓരോ പേപ്പറിലും ഒരു 20 റൂൾഡ് ലൈൻസ് ആയിട്ട്, അതായത് റൂൾഡ് പേപ്പേഴ്സാണ് കംപ്ലീറ്റ് ഉണ്ടാവുക. അതിൽ ഓരോ പേജിലും ഒരു 20 എബവ് ലൈൻസ് എന്തായാലും ഉണ്ടാവും. പിന്നെ അതുപോലെ ഓരോ ലൈൻസും സ്കിപ്പ് ചെയ്യാണ്ട് അടുത്തടുത്തായിട്ട് തന്നെ എക്സാം എഴുതാൻ ശ്രദ്ധിക്കുക. അങ്ങനെ ലൈൻസ് സ്കിപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് വാലിഡ് ആയിട്ട് അവർ കണക്കാക്കില്ല. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അതിൻ്റെ ഇൻഫർമേഷനിൽ കൊടുത്തിട്ടുണ്ട്. ലൈൻസ് സ്കിപ്പ് ചെയ്യാണ്ട് വൃത്തിയായിട്ട് എഴുതാൻ ശ്രദ്ധിക്കുക. അതിപ്പോൾ ഒരു ബ്ലാക്ക് ആൻഡ് ബ്ലൂ പെൻ ഏതായാലും നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും ചൂസ് ചെയ്യാം. അപ്പോൾ അത് രണ്ടിൽ ഏതെങ്കിലും ഒരു കളർ വെച്ചിട്ട്, ഒരു കളർ പെന്ന് വെച്ചിട്ട് നിങ്ങൾ എഴുതാൻ ശ്രമിക്കുക. അതുപോലെ ടേബിളും കാര്യങ്ങളൊക്കെ പെൻസിൽ വെച്ചിട്ട് തന്നെ വരക്കാൻ ശ്രദ്ധിക്കുക. ഇനിയിപ്പോൾ നിങ്ങൾക്ക് സംശയം വരും, 100 മാർക്കിനില്ല ഈ ആൻസർ ഷീറ്റ്, അതായത് ക്വസ്റ്റ്യൻ പേപ്പറിൽ 100 മാർക്കിനാവും ഉണ്ടാവുക. അപ്പോൾ അത്രയും മാർക്കിന് ഈ ഒരു ബുക്ക്ലെറ്റ് കൊണ്ട് നിങ്ങൾക്ക് കംപ്ലീറ്റ് ചെയ്യാൻ കഴിയുമോ, അതിൽ ഓവറായിട്ട് അഡീഷണൽ ഷീറ്റ് ആവശ്യമില്ല എന്നുള്ള കാര്യത്തിലൊക്കെ. പക്ഷേ അങ്ങനെ ഒന്നും വരില്ല. ഒരു 21 പേജ് 22 പേജ് ആകുമ്പോഴേക്കന്നെ നിങ്ങളുടെ എക്സാം ഏകദേശം എഴുതി തീരും. പിന്നെ കുറേ വാരി വലിച്ചിട്ട് എഴുതാതെ ആവശ്യമുള്ള കാര്യങ്ങൾ മാത്രം ഡീറ്റെയിൽ ആയിട്ട് എഴുതാണ് വേണ്ടത്. അപ്പോഴാണ് നമുക്ക് കറക്റ്റായിട്ട് മാർക്സും കാര്യങ്ങളും ലഭിക്കുക. ഇനിയിപ്പോൾ ഒരു ക്വസ്റ്റ്യൻ എഴുതുമ്പോൾ അതിൻ്റെ ഇടയിൽ നിങ്ങൾ ലൈൻസ് സ്കിപ്പ് ചെയ്യാണ്ട് ശ്രദ്ധിക്കുക. അപ്പോൾ ഇനി ഒരു ക്വസ്റ്റ്യൻ എഴുതി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് വേണമെങ്കിൽ 1-2 ലൈൻസ് വിട്ടിട്ട് വേണമെങ്കിൽ എഴുതാം. അങ്ങനെയൊന്നും കുഴപ്പമില്ല. പക്ഷേ ഒരു ആൻസർ എഴുതുന്നതിൻ്റെ ഇടയിൽ തന്നെ ലൈൻസ് സ്കിപ്പ് ചെയ്യാണ്ട് എഴുതാൻ ശ്രമിക്കുക. ഫ്രണ്ട് പേജിൽ എന്തൊക്കെയാണ് നിങ്ങളുടെ എന്തൊക്കെ ഡീറ്റെയിൽസ് ആണ് ഉൾക്കൊള്ളിക്കേണ്ടതെന്ന് ചോദിച്ചാൽ, അപ്പോൾ നിങ്ങളുടെ എൻറോൾമെൻറ്റ് ID വേണ്ടി വരും, അതുപോലെ നിങ്ങളുടെ അഡ്രസ്സ് വേണ്ടി വരും, നിങ്ങളുടെ പേര് വേണ്ടി വരും. ഇത് 3 കാര്യങ്ങളാണ് ഫ്രണ്ട് പേജിൽ നിങ്ങൾക്ക് എഴുതാനുണ്ടാവുക. അതൊരു 10 to 15 മിനിറ്റ്സ് എടുത്തിട്ട് നിങ്ങൾ അത് ഫില്ല് ചെയ്താൽ മതി. നിങ്ങളുടെ എക്സാം ഹാളിൽ ഒരു ഇൻസ്ട്രക്ടർ ഗൈഡ് ചെയ്യാനുണ്ടാവും, ഒരു ടീച്ചർ ഉണ്ടാവും. അപ്പോൾ അവരോട് ചോദിച്ചാൽ എല്ലാ കാര്യങ്ങളും അവർ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരും. അപ്പോൾ ആ കാര്യത്തിൽ നിങ്ങൾ ഒരു ടെൻഷനും വേണ്ട. ഇപ്പോൾ ഇതിലെല്ലാവരും പറയുന്ന ഒരു കാര്യമാണ്, ഞാനൊന്നും പഠിച്ചിട്ടില്ല, അതുകൊണ്ട് എക്സാം എഴുതുന്നില്ല, അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും നിങ്ങളത് അങ്ങനെയൊന്നും നിങ്ങൾ ചിന്തിക്കരുത്. കാരണം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ എക്സാം എഴുതാൻ സാധിക്കും. അതായത് നിങ്ങൾക്ക് എക്സാം എഴുതാൻ സാധിക്കും. നിങ്ങൾക്ക് എക്സാം സെൻറ്ററിൽ പോകാനൊരു അസൗകര്യം ഒന്നും ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും എക്സാം എഴുതണം. അതിപ്പോൾ പഠിച്ചാലും ഇല്ലെങ്കിലും എന്തായാലും എക്സാം അറ്റൻഡ് ചെയ്യണം. ഈ ഇഗ്നോയുടെ എക്സാം എന്ന് പറയുന്നത് ഇതൊക്കെ ഒരു ലക്ക് ബേസിലാണ് നിങ്ങൾക്ക് എക്സാം വരുന്നത്. അതിപ്പോൾ നന്നായി പഠിച്ചാൽ ചിലപ്പോൾ കിട്ടണമെന്നില്ല. അപ്പോൾ നമുക്ക് സങ്കടമാകും അല്ലേ. ഒരു മീഡിയം ലെവലിൽ പഠിച്ചു പോവുക, അപ്പോൾ നമുക്ക് പ്രതീക്ഷിച്ചതിലും അപ്പുറം മാർക്സ് കിട്ടിയെന്നിരിക്കാം. ഓക്കെ, അപ്പോൾ മാക്സിമം നിങ്ങൾ എന്ത് ചെയ്യുക, ഇഗ്നോയുടെ എക്സാം നിങ്ങൾക്ക് അസൗകര്യങ്ങളോ തടസ്സങ്ങളോ ഒന്നും ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ എക്സാം അറ്റൻഡ് ചെയ്യുക. ഓക്കെ, അപ്പോൾ എക്സാം എന്തായാലും ആരും സ്കിപ്പ് ചെയ്യരുത്. അത് എന്തായാലും നിങ്ങൾ എക്സാം അറ്റൻഡ് ചെയ്യാൻ സാധിക്കുന്നുണ്ടെങ്കിൽ എന്തായാലും നിങ്ങൾ അറ്റൻഡ് ചെയ്യുക തന്നെ ചെയ്യാം. ഇനി എക്സാം ഹാളിൽ നിങ്ങൾ കയറുമ്പോൾ കുറേ മെറ്റീരിയൽസ് നമ്മുടെ കയ്യിലുണ്ടാവും. എന്തൊക്കെ സ്റ്റഡി മെറ്റീരിയൽസ് ഉണ്ടാവും, നിങ്ങളുടെ സ്മാർട്ട് വാച്ച് ഉണ്ടാവും, അതുപോലെ മൊബൈൽ ഫോൺസ് ഉണ്ടാവും. അങ്ങനെയുള്ള കാര്യങ്ങൾ, വാല്യൂബിൾ ആയിട്ടുള്ള എല്ലാ വസ്തുക്കളും നിങ്ങൾ എന്ത് ചെയ്യണം, എക്സാം ഹാളിനെ പുറത്ത് വെക്കണം. ഓക്കെ, അത് കംപ്ലീറ്റ് നിങ്ങളുടെ ഉത്തരവാദിത്തത്തിലായും ഉണ്ടാവുക. പിന്നെ അതിൽ എന്തെങ്കിലും മിസ്സിങ്ങോ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതൊരിക്കലും എക്സാം സെൻറ്റർ, അതായത് ഇഗ്നോയുടെ എക്സാം സെൻറ്റർ അവരത് ഏറ്റെടുക്കില്ല. അപ്പോൾ കംപ്ലീറ്റ് നിങ്ങളുടെ ഉത്തരവാദിത്തത്തോടു കൂടെ നിങ്ങളത് സൂക്ഷിക്കണം. എക്സാം ഹാളിൽ കയറുമ്പോൾ അത് ഒരിക്കലും കൊണ്ടുപോകരുത്. എക്സാം ഹാളിൽ അവർ നല്ലോണം ചെക്ക് ചെയ്യും. കാരണം ടീച്ചേഴ്സ് നമ്മുടെ എല്ലാവരും ചെക്ക് ചെയ്യും, കോപ്പി എങ്ങാനും നിങ്ങളുടെ കയ്യിലുണ്ടോ അല്ലെങ്കിൽ ബാക്കിയുള്ള എന്തെങ്കിലും മെറ്റീരിയൽസ് ഉണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യും. ഓക്കെ, പിന്നെ അതുപോലെ കാൽക്കുലേറ്റർ നിങ്ങൾക്ക് കൊണ്ടുപോകാം. കാൽക്കുലേറ്റർ സയൻറ്റിഫിക് യൂസ് ചെയ്യാൻ പാടില്ല, സാധാരണ നോർമൽ കാൽക്കുലേറ്റർ യൂസ് ചെയ്യുക നിങ്ങൾക്ക് എക്സാം ഹാളിൽ. അതുപോലെ അവിടെ CCTVൻ്റെ കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ അതൊക്കെ നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കുക. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ നിങ്ങളുടെ എക്സാം സെൻറ്ററിൽ പ്രവേശിക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. അപ്പോൾ എക്സാം എഴുതാൻ പോകുന്ന എല്ലാവർക്കും വിഷ് യു ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു.